ഇന്ത്യ പാകിസ്ഥാൻ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ കരുത്തായി മാറിയ ഒരു നേട്ടത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യ ഇന്നോളം നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പടക്കപ്പൽ INS വിക്രാന്ത് രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതോടു കൂടിയാണ് നാവികസേനയുടെ രേഖയിൽ ISE-1 എന്നറിയപ്പെടുന്ന വിമാനവാഹിനി ഔദ്യോഗികമായി INS വിക്രാന്ത് ആയി മാറുന്നത്. ഇതോടെ തദ്ദേശീയമായ വിമാനവാഹിനി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കാൻ ശേഷിയുള്ള ലോകത്തെ 6ാമത്തെ രാജ്യം എന്ന അഭിമാന നേട്ടത്തിലേക്ക് ഇന്ത്യ എത്തി. വിമാനവാഹിനി നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ കപ്പൽശാല എന്ന നേട്ടത്തിലേക്ക് ഉയർന്ന കൊച്ചിയുടെ സ്വന്തം ഷിപ്പ്യാർഡും ഋഗ്വേദത്തിൽ നിന്ന് കടം കൊണ്ട ജയമാസം യുധി സംപ്രദ എന്നതാണ് വിക്രാന്തിന്റെ ആത്മവാക്യം. എന്നോട് യുദ്ധം ചെയ്യുന്നവരെ ഞാൻ പരാജയപ്പെടുത്തും എന്നർത്ഥം. വിക്രാന്തിന്റെ സവിശേഷതകൾ പരിശോധിക്കാം. കപ്പലുകളെ കടലിലൂടെ സുഖമായി മുന്നോട്ട് നയിക്കുക എന്നതാണ് SCC അഥവാ ഷിപ്പ് കൺട്രോൾ സെന്ററിന്റെ കർത്തവ്യം. ഷോർട്ട് വേർഡ് ത്രോട്ടിൽ കൺട്രോൾ റൂം എന്നും ഇതറിയപ്പെടുന്നു. കപ്പലിലെ വിവിധ ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന യന്ത്രങ്ങളുടെ എല്ലാം പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഇവിടെ നിന്നാണ്. യാത്രാവേളകളിൽ കപ്പലിൽ ഉണ്ടാകുന്ന 2000-ഓളം വരുന്ന ക്രൂ, പ്രധാന എഞ്ചിൻ, പവർ ജനറേറ്റർ, SC, ശുദ്ധജല ഉൽപാദന സംവിധാനം, അഗ്നിശമന സംവിധാനങ്ങൾ, ഡാമേജ് കൺട്രോൾ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ 40 മെഗാടൺ കേവ് ഭാരമുള്ള കപ്പലിനെ നിയന്ത്രിക്കാൻ ഇന്റഗ്രേറ്റ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സിസ്റ്റമാണ് കപ്പലിനുള്ളത്. പൊതുമേഖലാ സ്ഥാപനമായ ബെൽ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ആണ് ഇതിന്റെ നട്ടെല്ല്. അത്യന്തം സങ്കീർണമാണ് ഇന്റഗ്രേറ്റ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റിന്റെ സിസ്റ്റം. ഇതിലെ വിവിധ യന്ത്ര സംവിധാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒപ്റ്റിക്കൽ കേബിളുകളെ കൂട്ടിയിണക്കിയാൽ ഭൂമധ്യരേഖയിലൂടെ ഭൂഗോളത്തെ വളഞ്ഞു ചുറ്റാം. 120 ഫോർമുല 1 കാറുകളുടെ ശക്തിയാണ് കപ്പലിന്റെ പ്രധാന എഞ്ചിനുകൾക്കുള്ളത്. 40,000 ലിറ്റർ ശുദ്ധജലം പ്രതിദിനം ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ജലശുദ്ധീകരണ സംവിധാനത്തിനുണ്ട്. ചെറിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് വിക്രാന്തിന്റെ മെഡിക്കൽ കോംപ്ലക്സ്. CT സ്കാൻ സൗകര്യമുള്ള രാജ്യത്തിന്റെ ആദ്യ നാവിക കപ്പൽ കൂടിയാണ് വിക്രാന്ത്. മെഡിക്കൽ ജനറൽ വാർഡ്, ഐസൊലേഷൻ വാർഡ്, ഫീമെയിൽ വാർഡ്, കാഷ്വാലിറ്റി, ICU, മോർച്ചറി എന്നിവയെല്ലാം ഉണ്ട് കോംപ്ലക്സിൽ. അടിയന്തര ജീവൻ രക്ഷാ ഉപകരണങ്ങളും 2 വെന്റിലേറ്ററുകളും ഉൾപ്പെടുന്ന സുസജ്ജമാണ് ICU. മെഡിക്കൽ ലാബ്, എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാൻ എന്നിവയുമുണ്ട്. ദന്തരോഗത്തിനായി പ്രത്യേക വിഭാഗവും പ്രവർത്തിക്കുന്നു. യുദ്ധവിമാനങ്ങൾക്ക് ടേക്ക് ഓഫ് വേളയിൽ 14 ഡിഗ്രിയിൽ സ്കീ ജമ്പിക്കുന്ന നീണ്ടുവളഞ്ഞ മൂക്കാണ് വിക്രാന്തിന്റെ ഫ്ലൈറ്റ് ടെക്കിന്റെ പ്രധാന ആകർഷണം. പറന്നുയരാൻ വിമാനങ്ങൾക്ക് ആവശ്യമായ വായുമർദ്ദം വളരെ പെട്ടെന്ന് ലഭിക്കാനാണ് ഇത്തരത്തിലുള്ള നിർമ്മാണം. ഡെക്കിൽ 3 റൺവേകളാണുള്ളത്. പറന്നുയരാൻ ഫ്ലൈറ്റ് ഡെക്കിൽ 203 മീറ്ററിന്റെയും 141 മീറ്ററിന്റെയും 2 റൺവേകൾ, ഇറങ്ങുന്നതിന് 190 മീറ്ററിന്റെ 3ാമത്തെ റൺവേ. ട്രെയിനിങ് ഗിയർ എന്ന യന്ത്രത്തകളുടെ സഹായത്തോടെയാണ് ടേക്ക് ഓഫ്. പൂർണ്ണ ശക്തിയും വേഗവും ആർജിക്കും വരെ റൺവേയിൽ തന്നെ വിമാനങ്ങളെ പിടിച്ചു നിർത്താനും പൊടുന്നനെ തുറന്നു വിടാനുമുള്ള ഉപകരണമാണ് ട്രെയിനിങ് ഗിയർ. ഇത്തരത്തിൽ 2 എണ്ണമാണ് വിമാനവാഹിനിയിലുള്ളത്. കരയിലുള്ളതിനെ അപേക്ഷിച്ച് ദൈർഘ്യം കുറവായ കപ്പലിലെ റൺവേയിൽ വിമാനങ്ങൾക്ക് മികച്ച കുതിപ്പ് കിട്ടാൻ ഈ സംവിധാനം സഹായിക്കുന്നു. 240 കിലോമീറ്റർ വേഗത്തിൽ പറന്നിറങ്ങുന്ന വിമാനങ്ങളെ പിടിച്ചു നിർത്തുന്നത് 3 അറസ്റ്റിംഗ് വയറുകളുടെ സഹായത്തോടെയാണ്. കപ്പലിലേക്ക് ഇറങ്ങുന്ന വിമാനങ്ങളെ റൺവേയിലേക്ക് വഴികാട്ടാൻ അത്യാധുനിക ലൂണ സിഗ്നൽ സംവിധാനമുണ്ട്. വിമാനങ്ങൾക്ക് ഇറങ്ങാനും പറന്നുയരാനും പറ്റുന്ന അവസ്ഥയിലേക്ക് വിക്രാന്തിന്റെ ഫ്ലൈറ്റ് ടെക്ക് എത്താൻ സർഫസ് ടെസ്റ്റ് കൂടി പൂർത്തിയാക്കണം. കമ്മീഷനിങ്ങിനു ശേഷമാകും വിമാനങ്ങൾ ഇറക്കിയുള്ള പരിശോധനകൾ നടത്തുക. വിക്രാന്തിന്റെ മറ്റു ചില വിസ്മയങ്ങൾ കൂടി നോക്കാം. കപ്പലിനുള്ളിൽ 8 കിലോമീറ്ററോളം ദൂരം നടന്നാൽ മാത്രമേ പൂർണ്ണമായും ഈ പടക്കപ്പലിനെ അറിയാൻ സാധിക്കുകയുള്ളൂ. കപ്പലിന്റെ ഉള്ളിലെ 684 ഏണികളും ശരാശരി 10,000-ഓളം പടവുകളും ഉണ്ട്. ഓക്സിജൻ, നൈട്രജൻ പ്ലാന്റുകളും ഇതിലുണ്ട്. മലിനജലം പുറന്തള്ളാതെ മനുഷ്യ വിസർജ്യം ഉൾപ്പെടെ ശുദ്ധജലമാക്കി പുനരുപയോഗിക്കാനുള്ള അത്യാധുനിക ട്രീറ്റ്മെന്റ് പ്ലാന്റ് കപ്പലിലുണ്ട്. ബോട്ടുകൾ ഓടിക്കാനും പരിശീലനം നടത്താനുമുള്ള സംവിധാനവും ഉള്ളിലുണ്ട്. 333 നീലത്തിമിംഗലങ്ങളുടെ വലിപ്പവും 45,000 ടൺ ഭാരവുമാണ് മറ്റൊരു പ്രത്യേകത. മിലിറ്ററി ഉപഗ്രഹങ്ങളും സാറ്റലൈറ്റ് ഫോണുകളും മുഖേന ലോകത്തെവിടെയുള്ളവരുമായും കപ്പലിനുള്ളിൽ വെച്ച് അനായാസം ആശയവിനിമയം നടത്താം. 3 മെഗാവാട്ട് ശേഷിയുള്ള 8 ഡീസൽ ഓൾട്ടർനേറ്റീവുകളിൽ നിന്നായി 24 മെഗാവാട്ട് പ്രതിദിന വൈദ്യുതി ഉൽപാദനമുള്ള രാജ്യത്തെ ആദ്യത്തെ കപ്പൽ. 3 ഡീമോഡലിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തി രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യ വിമാനവാഹിനി കൂടിയാണ് INS വിക്രാന്ത്.